പാലക്കാട് CPM വീണ്ടും പിളരാൻ പോകുന്നു. പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ഒരു കൂട്ടം ആളുകൾ ആ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. ആ പാർട്ടിയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. ആ പേര് പോലെ തന്നെ ഇന്നത്തെ ഈ പറയുന്ന CPM-നകത്ത് കൃത്യമായ ഡെമോക്രാറ്റിക് അല്ലാത്തത് കൊണ്ടാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാർട്ടിയിൽ നിന്നും വിട്ടുപോയ വിമതരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇത് പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തും തന്നെ CPM-ന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും. അല്ല, ഇത് കേരളത്തിലെ എല്ലായിടത്തും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ നടത്തിയ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം, ആ പുസ്തകത്തിൽ അണികൾ നേതാക്കളെ തിരുത്തുമെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയത്. അതിൽ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ട് വിമതരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വിമതരുടെ പാർട്ടി ഉണ്ടായാൽ അത് ഒരുപക്ഷെ CPM-നേക്കാൾ വലുതായിരിക്കുമെന്ന് തോന്നുന്നു. പാലക്കാട് ഉണ്ടാകാൻ പോകുന്ന ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി PK ശശിയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഈ പറയുന്ന ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി LDF മുന്നണിയുടെ കീഴിൽ ഉണ്ടാകുമോ അതോ ഈ പറയുന്നത് പോലെ UDF മുന്നണിയിലായിരിക്കുമോ? നമുക്കറിയാം RMP റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ UDF-നോട് ചേർന്നാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടിയും തന്റെ മാർക്സിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF മുന്നണിയിലേക്ക് പോകാനും അതൊരു UDF-ന് ഒരു കൃത്യമായ ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. UDF-നോട് അവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പാർട്ടി വരികയാണെങ്കിൽ പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി CPM-നുണ്ടാകും. ഇപ്പോ തന്നെ പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി CPM-ന് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. അതെ, പാലക്കാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ UDF-ഉം BJP-യും മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ CPM-ന് യാതൊരു രീതിയിലുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ യാതൊരു രീതിയിലൊരു മുന്നോട്ട് വരവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. CPM 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതെ, അതിന് പിന്നാലെ ഈ പറയുന്ന പുതിയ പാർട്ടി കൂടിയാകുമ്പോൾ CPM അവിടെ നാമാവശേഷമായി പോകുമെന്ന് ഭയപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ CPM-ന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ പറയുന്നതൊക്കെ നടക്കാത്ത കാര്യങ്ങൾ. വിമതരെന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരോ പാർട്ടിയുമായി ചേർന്നു പോകാൻ സാധിക്കാതെ പാർട്ടി തന്നെ തള്ളിക്കളഞ്ഞവരോ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിമതർ പാർട്ടി തള്ളിക്കളഞ്ഞവരാണോ അതോ പാർട്ടിയെ തള്ളി പുറത്തേക്ക് വന്നവരാണോ? ഈ വിമതർ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഇന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ല എന്നും ഭരിക്കുന്നവർ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത്, സാധാരണപ്പെട്ട മനുഷ്യരുടെ പാർട്ടി അല്ലാതായി മാറി എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ചേട്ടനെ പോലെ രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ തട്ടിച്ചു എന്ന് എടുത്തു പറയുന്ന നേതാക്കന്മാർ അവരിന്ന് പാർട്ടിക്ക് പുറത്താണ്, അവരിന്ന് വിമതരാണ്, അവരെ പാർട്ടി പുറത്താക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് കോടികൾ പിരിക്കുക, ആ കോടികൾ പിരിച്ചിട്ട് അതിന്റെ 3/4 പങ്കും പാർട്ടിയിലെ ചില നേതാക്കന്മാർ എടുക്കുക. ആ നേതാക്കന്മാർക്ക് ഒത്താശ പാടാനായിട്ട് ഇവിടുത്തെ AKG സെന്ററിലെ മറ്റു നേതാക്കന്മാർ എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് ലബി കൊടുക്കുന്നുണ്ട്. ഈ നേതാക്കന്മാർ കൊടുക്കുന്ന ലബി എന്ന് പറയുന്നത് വലിയ തുകകളാണ്. ഇതിപ്പോൾ ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പയ്യന്നൂരിലെ മാത്രം സംഭവമല്ല. തിരുവനന്തപുരത്ത് നമ്മൾ സമാനമായ കാര്യം കണ്ടു. അതായത് കേരളത്തിലൊട്ടാകെ ഇത്തരത്തിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത് സാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM ഇതിനു മുൻപ് രക്തസാക്ഷികൾ എത്രത്തോളം രക്തസാക്ഷികളാണ് ഈ ഒരു പാർട്ടിയുടെ എല്ലാം എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു തട്ടിപ്പിന് ഇരയാകുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഇരയാകുന്നതല്ല പ്രതിയാകുന്നത്. ഈ അണികൾക്ക് ഇനി രക്തസാക്ഷികളുടെ പേര് പറയാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെ തട്ട് മുതൽ, അതായത് ഇവരുടെ ബാലസംഘമാണെങ്കിലും SFI ആണെങ്കിലും DYFI ആണെങ്കിലും അവരുടെ മഹിളാ സംഘമാണെങ്കിലും ഇവരുടെ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചു വരുമ്പോൾ ഇവർ പ്രസംഗിക്കുന്ന ഒരുപാട് രക്തസാക്ഷികളുടെ ഓരോ സമ്മേളനങ്ങൾക്ക് ഇവർ വെക്കുന്ന രക്തസാക്ഷികളുടെ സ്തൂപങ്ങൾ മാനസികമായിട്ടൊരു കുത്തുവരുത്തില്ല ചിലർക്കെങ്കിലും. ആ മാനസികമായിട്ട് കുത്തുവരുന്ന ആളുകളാണ് ഇന്ന് ആ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന വിമതർ എന്ന് പറയുന്നത്. ഈ വിമതരാണ് യഥാർത്ഥ പാർട്ടിക്കാർ എന്ന് സാധാരണപ്പെട്ട മനുഷ്യർക്കറിയാം. അതെ, തീർച്ചയായിട്ടും. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് കുത്തിയിരുന്ന ജനങ്ങൾ ഇനിയിപ്പോൾ ഈ പറയുന്ന വിമതർ ചേർന്നുണ്ടാക്കുന്ന പുതിയ പാർട്ടിയിൽ കൃത്യമായി വോട്ട് ചെയ്യും. അല്ല, അവർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? പല കാര്യങ്ങളിലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അതാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതലും ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിരിവ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ വിളിക്കുന്നത് എന്തിനാണ്? പിരിവിന് വേണ്ടിയിട്ടാണ്.
എല്ലാ കാര്യങ്ങൾക്കും പിരിക്കും. ഈ പിരിവിന്റെ പൈസ എവിടെ പോകുന്നു എന്ന് ആർക്കും അറിയില്ല. കുറച്ച് നേതാക്കന്മാർ ഇതിന്റെ പകുതി പൈസ പറ്റിയിട്ട് ബാക്കി പൈസ പാർട്ടിക്ക് കൊടുക്കുകയാണ്. പിന്നീട് ഈ പറയുന്ന ഈ തട്ടിപ്പുകളെല്ലാം തന്നെയും പിന്നീട് വെളിച്ചത്ത് വരുമ്പോൾ ഈ നേതാക്കന്മാരൊക്കെ കണ്ണടച്ച് ഇവരൊന്നും ഞങ്ങൾ തെറ്റുകാരായിട്ട് കാണില്ല, പാർട്ടി കോടതിയിൽ ഇവർ ഇപ്പോൾ കുറ്റാരോപിതർ മാത്രമാണെന്ന് പറഞ്ഞൊരു സാഹചര്യം കൂടെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ പത്മകുമാറിന്റെ കാര്യത്തിൽ പോലും 91 ലക്ഷത്തോളം രൂപയാണ് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പിരിച്ചിട്ടുള്ളത് പാർട്ടിയിലേക്ക്. ആ ഫണ്ട് എവിടെയെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരർത്ഥത്തിൽ നമ്മൾ സംശയിക്കുന്നത് പോലെ പത്മകുമാറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ ഒരുപക്ഷെ പത്മകുമാർ വാ തുറന്നാൽ പലരും കുടുങ്ങുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് CPM-ൽ ഓരോരുത്തരുടെയും കാര്യം. പത്മകുമാറിന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ഈ പത്മകുമാറിനാണെങ്കിലും വാസുവിനാണെങ്കിലും ഇപ്പോഴും ഒരു വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പാർട്ടി സംരക്ഷിക്കുമെന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്നും ജയിലിലായിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഉരിയാടാതെ അവിടെ കിടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. പാർട്ടി സംരക്ഷിക്കും. ഇനി ജയിലിൽ അടയ്ക്കപ്പെട്ടാലും വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം, ആ ബോധം ഉണ്ടായതുകൊണ്ടാണ് അവരിപ്പോഴും വാ തുറക്കാത്തത്. വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല നേതാക്കന്മാരും നെഞ്ചത്തടിച്ച് കരയും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 91 ലക്ഷം രൂപ പിരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പിരിച്ച പൈസ അതേപോലെ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പാർട്ടി കൃത്യമായിട്ട് ലബി പിരിക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട് പാർട്ടിയിൽ. പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി ആണെങ്കിൽ പാർട്ടിക്ക് പൈസ കൊടുക്കുന്നതാണ് ലബി പിരിക്കുന്നത്. ഈ ലബി കൊടുക്കുന്നതിനകത്ത് വലിയ പങ്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരെ പാർട്ടി നേതാക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപ എന്നാൽ 1 ലക്ഷം, 2 ലക്ഷം 2 ലക്ഷം, 5 ലക്ഷം 5 ലക്ഷം, 10 ലക്ഷം 10 ലക്ഷം, കോടികൾ ഇത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവരെ നോക്കുവോ സാധാരണപ്പെട്ട മനുഷ്യരെ നോക്കുവോ? തീർച്ചയായിട്ടും പാർട്ടിക്ക് നേട്ടമുള്ളവരെ മാത്രമാണല്ലോ പാർട്ടി സംരക്ഷിക്കുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്ന നേതാക്കന്മാർ ഇന്ന് വിമതരാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നമ്മുടെ ഒരു കോൺഗ്രസ് വക്താവ് നമ്മളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനിയും പിണറായി സർക്കാർ, അതായത് പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ പിണറായി സർക്കാർ നയിക്കുന്ന CPM പാർട്ടി കേരളത്തിൽ ഇല്ലാതെയാകുമെന്നുള്ളത്. അതിന്റെ ഏതാണ് സൂചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നവർ ഇന്നിപ്പോൾ ആ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞു, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരും. പലർക്കും കോൺഗ്രസിന്റെ ആശയങ്ങളുമായി ചേർന്ന് പോകാൻ പലർക്കും താല്പര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾ രണ്ടും രണ്ട് ദിശയിലേക്കുള്ളതാണ്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റെവിടേക്ക് എന്നൊരു ചോദ്യത്തിന് ഉത്തരവില്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു പുതിയ പാർട്ടി എന്നൊരു ആശയം വരുന്നത്. ആശയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടൊന്നുമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇപ്പോ ജനിച്ച് വീഴുന്ന കുട്ടി തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്. അതെ, രണ്ടുപേരും ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോഴും പോകുന്നത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായിട്ടാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് BJP-യിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-ആയിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. കണ്ട കാലം തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് നടക്കുന്ന രണ്ടുപേർ എങ്ങനെ ചേരും? അതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസിൽ ചേരാതെ അതുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്ക് BJP-യോടും കോൺഗ്രസിനോടും ചേർന്ന് പോകാൻ സാധിക്കില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൈവിട്ട് കളയാൻ സാധിക്കുകയുമില്ല. കുഞ്ഞികൃഷ്ണനെയൊക്കെ പോലെ, പയ്യന്നൂരിലുള്ള അദ്ദേഹത്തെ പോലെ പാർട്ടിയുടെ ആശയങ്ങൾ വിട്ടുകളയാനും പാടില്ല. എന്നാൽ പാർട്ടിക്കാരനായി പാർട്ടിയിൽ തുടരാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പുതിയൊരു പാർട്ടി. പിന്നെ ഗോവിന്ദൻ മാഷിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാല് അദ്ദേഹം പറയുന്നത് പാർട്ടി ഉപേക്ഷിച്ച ആളുകളാണ്. അങ്ങനെ പാർട്ടി ഉപേക്ഷിച്ച ആളുകളാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും CPM-ന് അടിയായിട്ട് 14 പാർട്ടികൾ ഉണ്ടാവും. അത് മുഴുവൻ വിമതരായിരിക്കും. ആ വിമതർ എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിൽ ഇപ്പോഴും പാർട്ടി അംഗങ്ങളാണ് എന്ന് ഗോവിന്ദൻ മാഷ് ധരിച്ചു വെച്ചിട്ടുള്ള പല നേതാക്കന്മാരുമായിരിക്കും, പല അണികളുമായിരിക്കും. അവരെല്ലാവരും കൂടെ ആ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായില്ല.